ജുവൽ ടെക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരുടെയും സ്വപ്നമാണ് നല്ലൊരു ജോലി. നമ്മൾക്കതിന് നല്ല ഉന്നതമായിട്ടുള്ള വിദ്യാഭ്യാസം വേണം. ആ വിദ്യാഭ്യാസം നമ്മുടെ പകുതിയിലേറെ പേർക്കും അത് മുഴുവനാക്കാനായിട്ട് സാധിച്ചിട്ടില്ല. നമ്മുടെ കൺമുമ്പിൽ തന്നെ എത്രയോ ആളുകൾ പാതി വഴിയിൽ പഠനം ഉപേക്ഷിച്ചവർ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ, ഓരോ കാരണങ്ങൾ കൊണ്ട് മുഴുവനാക്കാൻ സാധിക്കാത്ത ഒത്തിരി പേര് നമ്മുടെ മുമ്പിലുണ്ട്. അവർക്കൊക്കെ ഏറ്റവും ഉപകാരപ്രദമായിരിക്കും ഈ വീഡിയോ. ഇന്നത്തെ വിഷയം വൺ സിറ്റിംഗ് ഡിഗ്രി. എന്താണ് വൺ സിറ്റിംഗ് ഡിഗ്രി? ഡിഗ്രി ഇൻകംപ്ലീറ്റ് ആയവർക്ക്, ഫസ്റ്റ് ഇയറോ സെക്കൻഡ് ഇയറോ ഇടയ്ക്ക് വെച്ച് പഠനം നിർത്തുകയോ മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് ഡിഗ്രി പൂർത്തിയാക്കാൻ കഴിയാത്തവർക്ക് അത് ഒറ്റ വർഷം കൊണ്ട് നേടിയെടുക്കാവുന്ന ഒരു സ്കീമാണ് വൺ സിറ്റിംഗ് ഡിഗ്രി. വൺ സിറ്റിംഗ് ഡിഗ്രിയെ നമുക്ക് പ്രധാനമായിട്ട് മൂന്നായിട്ട് തരംതിരിക്കാം. അതിൽ 1 ക്രെഡിറ്റ് ട്രാൻസ്ഫർ, 2 ബ്രേക്കിംഗ് സ്റ്റഡി, 3 ലാറ്ററൽ എൻട്രി. ഈ ക്രെഡിറ്റ് ട്രാൻസ്ഫർ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രി ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും പാസ്സാവുകയും തേർഡ് ഇയർ എന്തെങ്കിലും കാരണത്താൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാതെ വരികയും ചെയ്താൽ ഈ വൺ സിറ്റിംഗ് ഡിഗ്രിയിൽ ഈ ഫസ്റ്റ് സ്കീമായിട്ടുള്ള ക്രെഡിറ്റ് ട്രാൻസ്ഫർ വഴി നമുക്ക് ഒറ്റ വർഷം കൊണ്ട് ആ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും എഴുതാതെ തന്നെ ഫൈനൽ ഇയർ പേപ്പർ മാത്രം എഴുതിയിട്ട് ഈ ഡിഗ്രി നമുക്ക് നേടിയെടുക്കാം. അത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് നേടാവുന്നതാണ്. ഇതിൽ മറിച്ച് നമ്മൾ ഫസ്റ്റ് ഇയർ പാസ്സാവുകയും സെക്കൻഡ് ഇയറും ഫൈനൽ ഇയറും നമ്മൾ എഴുതാതെ വരികയും ചെയ്താൽ സെക്കൻഡ് ഇയർ തേർഡ് ഇയറും ആയിട്ട് അതും നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഏത് യൂണിവേഴ്സിറ്റിയിൽ വേണമെങ്കിലും നമുക്ക് എഴുതാവുന്നതാണ്. ബ്രേക്കിംഗ് സ്റ്റഡി, ഇത് വൺ സിറ്റിംഗ് ഡിഗ്രിയിൽ ഒരു ഇമ്പോർട്ടൻറ്റ് മെത്തേഡാണ്. ഒരു വിദ്യാർത്ഥി ഡിഗ്രിക്ക് ജോയിൻ ചെയ്ത് പഠനം ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് തോൽക്കുകയോ മറ്റോ ചെയ്ത് നിർത്തിപ്പോവുകയാണെങ്കിൽ ആ വിദ്യാർത്ഥിക്ക് ഒറ്റ വർഷം കൊണ്ട് തന്നെ 3 വർഷത്തെ പേപ്പറും ഒരുമിച്ച് എഴുതി ഈ മെത്തേഡിലൂടെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഇതിൽ പറയുന്ന ഒരേ ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ, +2 കഴിഞ്ഞ് മിനിമം 3 വർഷമെങ്കിലും ഇത് എടുക്കാനായിട്ട് മിനിമം 3 വർഷമെങ്കിലും കഴിഞ്ഞിരിക്കണം. മെത്തേഡാണ് ലാറ്ററൽ എൻട്രി. +2 കഴിഞ്ഞ് പെട്ടെന്ന് ജോലി ലഭിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു ഡിപ്ലോമ കോഴ്സ് എടുത്ത് ഒരു 5-6 വർഷം വർക്ക് ചെയ്ത ശേഷം അവർക്ക് പ്രൊമോഷൻ സാധ്യത വരുമ്പോൾ ഡിഗ്രി ഒരു കടമ്പയായിട്ട് അവരുടെ മുമ്പിലുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ആ ഡിപ്ലോമ കോഴ്സിൻ്റെ അതേ സബ്ജക്റ്റിൻ്റെ ഡിഗ്രി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള മെത്തേഡ്, അല്ലെങ്കിൽ അതേ സബ്ജക്റ്റിൻ്റെ ഡിഗ്രി ഈ മെത്തേഡ് വഴി അവർക്ക് നേടിയെടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ, അങ്ങനെ ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയാം, ഇപ്പോൾ ഒരാൾ പഠിച്ചത് +2 കഴിഞ്ഞ് സിവിൽ ഡിപ്ലോമ കോഴ്സാണ് പഠിച്ചതെങ്കിൽ അവർക്ക് ഒരു 5-6 വർഷം വർക്ക് ചെയ്തു, എന്നിട്ട് അവർക്ക് തോന്നുകയാണ് ഇപ്പോൾ എൻജിനീയറിംഗ് വേണം എന്നാണെങ്കിൽ സിവിൽ എൻജിനീയറിംഗ് ഈ മെത്തേഡ് ഉപയോഗിച്ച് സിവിൽ എൻജിനീയറിങ്ങിൻ്റെ 3rd-ഓ 4th-ഓ ഇയറിലേക്ക് അവർക്ക് ഡയറക്റ്റായിട്ട് അവർക്ക് ഈ മെത്തേഡ് വഴി ജോയിൻ ചെയ്യാവുന്നതാണ്. അങ്ങനെ അവർക്ക് ഡിഗ്രി നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. വൺ സിറ്റിംഗ് ഡിഗ്രി കോഴ്സുകളിൽ പ്രധാനപ്പെട്ടവയാണ് BA in 1 year, BCom in 1 year, BCA in 1 year, BSc in 1 year, BTech in 1 year, MCom in 1 year, MSc in 1 year, MCA in 1 year, MA in 1 year തുടങ്ങിയവ. വൺ സിറ്റിംഗ് ഡിഗ്രി കോഴ്സുകൾ ലോകത്തെല്ലായിടത്തും അംഗീകാരമുള്ളതാണ്. ഇതിൽ എവിടെ ജോയിൻ ചെയ്യാം, എങ്ങനെ ജോയിൻ ചെയ്യാം എന്നുള്ളത് നിങ്ങൾക്ക് കമൻറ്റ്സ് രൂപേണ എന്നോട് ചോദിക്കാവുന്നതാണ്. കാരണം ഈ വീഡിയോയിൽ ഞാൻ ഒരു ഏജൻസിയെയും പ്രൊമോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടും. അപ്പോൾ തീർച്ചയായും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. Thank you for watching my video. Thank you.